മലയാളം എഫ്എമ്മിൻ്റെ സംഗീതമേ ജീവിതം എന്ന നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രശസ്ത സംവിധായകൻ ഭരതൻ സംവിധാനം ചെയ്ത നവംബറിന്റെ നഷ്ടം എന്നൊരു സിനിമ പണ്ട് പുറത്തിറങ്ങിയിരുന്നു. മലയാള സിനിമയ്ക്ക് നവംബറിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രശസ്ത നടൻ ജയൻ കാലയവനികയിൽ മറഞ്ഞത് ഒരു നവംബർ മാസത്തിലായിരുന്നു. നവംബർ 16. അതുപോലെ തന്നെ എൻ പിള്ള എന്ന മഹാപ്രതിഭ നാടകത്തിലും പിന്നീട് സിനിമയിലും തൻ്റെ പ്രസക്തി തെളിയിച്ച എൻ പിള്ളയുടെ നിര്യാണവും ഒരു നവംബർ മാസത്തിലായിരുന്നു. നവംബർ 14. ഗാനരചന രംഗത്ത് തൻ്റെതായ ഒരു സ്ഥാനം നേടിയ ബിച്ചു തിരുമലയും നിര്യാതനായത് മറ്റൊരു നവംബർ മാസത്തിലായിരുന്നു. നവംബർ 26-നായിരുന്നു ബിച്ചു തിരുമല അന്തരിച്ചത്. പക്ഷേ മലയാള സിനിമയിലെ നിരവധി പ്രതിഭകൾ ജനിച്ചത് നവംബർ മാസത്തിലാണ്. ഉദാഹരണത്തിന് ഭരത് ഗോപി. നവംബർ 2-ാം തീയതിയാണ് ഭരത് ഗോപിയുടെ ജന്മദിനം. പിന്നെ ഐശ്വര്യ റായ്, കമൽഹാസൻ. തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും പ്രശസ്തി നേടിയ ഉലക നായകനെന്ന് വിളിക്കപ്പെടുന്ന കമലഹാസൻ ജനിച്ചത് നവംബർ 7-നാണ്. മലയാളത്തിലെ അഭിനയ പ്രതിഭ സത്യൻ ജനിച്ചത് നവംബർ 9-നാണ്. അതുകൂടാതെ രതീഷ്, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, സംയുക്ത വർമ്മ, SP പിള്ള, TP മാധവൻ തുടങ്ങി നിരവധി കലാകാരന്മാർ ജനിച്ചത് നവംബർ മാസത്തിലാണ്. സംഗീത രംഗത്തുമുണ്ട് ഇതുപോലെ പ്രതിഭകളായ നിരവധി പേർ നവംബർ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്നത്. P മാധുരി നവംബർ 3, രമേശ് നാരായണൻ അദ്ദേഹവും നവംബർ 3-നാണ് ജനിച്ചത്. ഉഷ ഉതുപ്പ്. മലയാളത്തിലെ എണ്ണം പറഞ്ഞ മെലഡി ഗാനങ്ങൾക്ക് ഈണം നൽകിയ രവീന്ദ്രൻ ജനിച്ചത് നവംബർ 9-നാണ്. അതുകൂടാതെ P സുശീല, സലിൽ ചൗധരി, ശ്വേതാ മോഹൻ, അനിൽ പനച്ചൂരാൻ, ഹിന്ദിയിലെ ബാപ്പി ലഹരി, പിന്നെ വാണി ജയറാം ഇവരെല്ലാം ജനിച്ചത് നവംബർ മാസത്തിലാണ്. മലയാളത്തിലെ നിരവധി സംവിധായകരും നവംബർ മാസത്തിൽ പിറന്നവരാണ്. ഭരതൻ നവംബർ 14, സ്ഫടികം പോലെയുള്ള സിനിമകൾ ചെയ്ത ഭദ്രൻ നവംബർ 22, കാക്കൊത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ കമൽ നവംബർ 28. ഇങ്ങനെ സംവിധായകരും നവംബർ മാസത്തിൽ തന്നെ ജനിച്ചവരായിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു പ്രതിഭാധനനായ സംഗീതജ്ഞനെക്കുറിച്ചാണ്. KS ഹരിശങ്കർ എന്ന ഇന്നത്തെ തലമുറയുടെ ഗായകൻ. KS ഹരിശങ്കർ ജനിച്ചത് നവംബർ 18-ാം തീയതിയാണ്. ഇന്നത്തെ സംഗീതമേ ജീവിതം നമ്മൾ അവതരിപ്പിക്കുന്നത് ഹരിശങ്കറിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഹരിശങ്കർ പാടിയ ഏതാനും ഗാനങ്ങളെക്കുറിച്ചുമാണ്. കർണാട്ടിക് സംഗീതജ്ഞനും തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിന്റെ പ്രിൻസിപ്പളുമായിരുന്ന ആലപ്പി ശ്രീകുമാറിന്റെയും വീണവായന രംഗത്ത് പ്രശസ്തി നേടിയ കമല ലക്ഷ്മിയുടെയും മകനായി 1993 നവംബർ 18-നാണ് KS ഹരിശങ്കർ തിരുവനന്തപുരത്ത് ജനിക്കുന്നത്. വളരെ സംഗീത പാരമ്പര്യം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു ഹരിശങ്കറിൻ്റേത്. അച്ഛൻ ആലപ്പി ശ്രീകുമാർ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. അതുകൂടാതെ അമ്മ കമലലക്ഷ്മിയുടെ അമ്മ, അതായത് ഡോക്ടർ K ഓമനക്കുട്ടി എന്ന പ്രശസ്ത സംഗീതജ്ഞയുടെ കൊച്ചുമകനാണ് ഹരിശങ്കർ. K ഓമനക്കുട്ടി എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം MG ശ്രീകുമാറിൻ്റെയും MG രാധാകൃഷ്ണൻ്റെയും സഹോദരി. അപ്പോൾ സംഗീത പാരമ്പര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലായിരുന്നു KS ഹരിശങ്കറിന്റെ ജനനം. കുട്ടിക്കാലത്ത് തന്നെ കർണാടക സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ ഹരിശങ്കർ സ്കൂൾ തലം മുതൽ തന്നെ പാടിത്തുടങ്ങി. അച്ഛൻ ശ്രീകുമാറാണ് ആദ്യത്തെ ഗുരു. തുടർന്ന് മുത്തശ്ശിയിൽ നിന്നും സംഗീതം അഭ്യസിക്കുന്ന ഹരിശങ്കർ തന്റെ സ്റ്റുഡിയോ ആയ ആഞ്ജനേയ ഡിജിറ്റലിൽ പാടിയ അൺപ്ലഗ് വേർഷനുകൾ കേട്ട് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ് ആദ്യം സിനിമയിൽ പാടാൻ അവസരം കൊടുക്കുന്നത്. ഔസേപ്പച്ചൻ സംഗീതം നിർവഹിച്ച കാരണവർ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ആദ്യം KS ഹരിശങ്കർ പാടുന്നത്. തുടർന്ന് ഷാൻ റഹ്മാന്റെ ഓർമ്മയുണ്ടോ ഈ മുഖത്തിലെ പയ്യെ പയ്യെ എന്ന ഗാനം പാടാൻ ഹരിശങ്കറിന് സാധിച്ചു. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹരിശങ്കർ പിന്നീട് PMS ഡെന്റൽ കോളേജിൽ ഡെന്റൽ ബിരുദത്തിന് ചേർന്നു. എങ്കിലും തന്റെ മേഖല ഇതല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നീട് ഡെന്റൽ മേഖല ഉപേക്ഷിക്കുകയും പൂർണ്ണമായും കച്ചേരികളും അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളും അടങ്ങുന്ന ലോകത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു. കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നെൻ
മയക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കാതിൽ നിന്ന് ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി അഴകെ ചങ്കുലക്കണ ചോദ്യമിതെന്റെ തീയരിക്കണ രാധിയുമെന്റെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ 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 പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആടിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നെൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതാറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നാലിയാ സിനിമ മാത്രം ലക്ഷ്യം വെച്ച് സംഗീതം പഠിച്ച ഒരാളല്ലായിരുന്നു ഹരിശങ്കർ. നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനും അമ്മൂമ്മയുമായിരുന്നു ഹരിശങ്കറിന്റെ ഗുരുക്കൾ. കച്ചേരിയും കീർത്തനവുമെല്ലാമായിരുന്നു സംഗീത പഠനത്തിന്റെ ലക്ഷ്യമെന്നാണ് ഹരിശങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു യഥാർത്ഥ കർണാടക സംഗീത വിദ്യാർത്ഥി എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ഹരിശങ്കറും കടന്നു വന്നത്. ഇങ്ങനെ ലഭിച്ച ശാസ്ത്രീയ സംഗീതത്തിലെ ശിക്ഷണമായിരുന്നു ഹരിശങ്കറിനെ മുന്നോട്ട് കൊണ്ടുപോയത്. മാതേ മലയ ധ്വജ പാണ്ഡ്യ സജാതേ മാതംഗവദന ഗുഹ 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 ശാതോദരി ശങ്കരി. കച്ചേരികൾ ചെയ്യുന്നതിലായിരുന്നു അന്നത്തെ ശ്രദ്ധ. വീട്ടുകാരുടെ താല്പര്യവും അതുതന്നെയായിരുന്നു. എന്നാൽ സിനിമയിൽ കയറണമെന്ന അതിയായ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഹരിശങ്കർ പിന്നീട് അവിടെ എത്തിപ്പെടുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ കച്ചേരി നടത്തുന്നത് പോലെ തന്നെ ഇപ്പോഴും സിനിമാ ഗാനങ്ങളിലും ആൽബങ്ങളിലും ശ്രദ്ധ ഹരിശങ്കറിന്റെ നിരവധി ഗാനങ്ങൾ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റ് ചാർട്ടിൽ. അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ഭാഗ്യം യുവഗായകരെ തേടി വന്ന് കാണില്ല. എന്നാൽ ഹരിശങ്കർ എന്ന ഗായകൻ കുറഞ്ഞ കാലം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറി. തീവണ്ടി എന്ന ചിത്രത്തിലെ ജീവാംശമായി, അതിരൻ എന്ന ചിത്രത്തിലെ പവിഴമഴയെ എന്നീ ഗാനങ്ങളാണ് ഹരിശങ്കറിനെ കൂടുതൽ ശ്രദ്ധേയനാക്കിയത്. 2014 മുതൽ തന്നെ പിന്നണി ഗാനരംഗത്ത് സജീവമായ ഹരിശങ്കർ മലയാളത്തിൽ പാടിയ ഒട്ടുമിക്ക ഗാനങ്ങളെല്ലാം
ഇതിനോടകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഷെയ്ൻ നിഗം, ശ്രുതി മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനവാസ് കെ ബാവൂട്ടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കിസ്മത്ത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഈ ചിത്രത്തിലെ നിളമണൽ തരിയിൽ നിറനിലാവുകൾ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനം ആലപിച്ചത് ഹരിശങ്കറും ശ്രേയ രാഘവും ചേർന്നാണ്. റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ഈണം നൽകിയത് സുമേഷ് പരമേശ്വർ. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമായി തെളിനീരാടുവാൻ വരുമീ തോഴികൾ. അവരോടൊരുമിച്ചലയാൻ പോയിടാ. അഴിമുഖം കാണും നേരം പുഴയുടെ വേഗം പോലെ ഹൃദയവും തുള്ളി തുള്ളി പ്രിയമുഖം തേടി മുഖം. തൃക്കാവിലാദ്യം പൂക്കും തൃത്താവ് പോലെന്നുള്ളിൽ നിശ്വാസ സൗരഭ്യത്തിൽ മുങ്ങുന്നൊരോമൽ സ്വപ്നം. ഒന്നോടി മെല്ലെ തൊട്ടു പിന്നോട്ടു നീങ്ങി കൊഞ്ചാതെ കൊഞ്ചും നീരാഴി. മണിമിനാരങ്ങൾക്കുള്ളിൽ കുറുകിടും പ്രാവിൻ നെഞ്ചിൽ ഇശലുകൾ പൂക്കും നേരം പനിമതി വന്നു മേലെ. മുത്തോട് മുത്തും ചാർത്തി പൊൻതട്ടമിട്ടൻ കാതിൽ സുസ്മേരയായി മെല്ലെ മൂവന്തി എന്തേ ചൊല്ലി. ഓർക്കാതൊരുങ്ങാതേതോ പൂവിന്റെ മൗനം, മിണ്ടാതെ പോരും കാറ്റിൻ കൂടെയൊന്നു ചേർന്നുവോ. നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ, പുലരികൾ സന്ധ്യകൾ, മതിവരാ താളമായി തെളിനീരാടുവാൻ വരുമീ തോഴികൾ. അവരോടൊരുമിച്ചലയാൻ പോയിടാ. ആടിയും പാടിയും രാക്കിളികളാവാം രാഗവും താളവും പോലെ അലിയാം. ടൊവിനോ തോമസ്, സംയുക്ത മേനൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഫെല്ലിനി TP എന്ന സംവിധായകൻ ചെയ്ത ചിത്രമായിരുന്നു തീവണ്ടി. ഈ ചിത്രത്തിലെ ജീവാംശമായി എന്ന ഗാനം സൂപ്പർ ഹിറ്റായി ആലപിച്ചിരിക്കുന്നത് ഹരിശങ്കറും ശ്രേയ ഘോഷലും ചേർന്നായിരുന്നു. 2018 ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഗാനത്തിന്റെ രചയിതാവ് BK ഹരിനാരായണൻ. കൈലാസ് മേനോനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന
ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. മിന്നും കിനാവിൻ തിരിയായി എൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാം അണയാതെ നിന്ന് ഞാൻ. ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാം വിലോലമായി. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേടിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഇതെങ്ങനെ അവനുണ്ട് പുറത്ത്? എന്താണ്? എന്തൊരു നാറ്റത്. ആദ്യം വലി നിർത്ത്, എന്നിട്ട് മതി ഉമ്മ. ഓക്കെ, നിർത്തി. ശരിക്കും വലി നിർത്തിയോ? ഉമ്മ നിർത്തി. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടിമേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. എന്നാലേ എന്റെ പൊന്നുമോൻ എന്നെ വലി നിർത്തിക്കോ. ഏ? ഇനി മുതല് ഉം. പൊന്നുമോൻ വലി നിർത്തിക്കോന്ന്. എന്ന് മുതല്? ദേ ഇപ്പം മുതല്. ഓക്കെ, ശരി, സമ്മതിച്ചു. ശരിക്കും? ഉം. എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്? ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ. ഞാൻ ശരിക്കും പൊട്ടിക്കും. അന്നേ ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം
2019 ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ഗാനമായിരുന്നു ഹരിശങ്കർ പാടിയ പവിഴമഴയെ. വിനായക് ശശികുമാർ എഴുതിയ വരികൾക്ക് PS ജയഹരിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, സായി പല്ലവി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ വിവേക് സംവിധാനം ചെയ്ത ചിത്രം 2019 മികച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമാ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ 2019 തന്നെ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ച മറ്റൊരു ഗാനമായിരുന്നു KS ഹരിശങ്കറും നിത്യമാമനും ചേർന്ന് ആലപിച്ച നീ ഹിമമഴയായി വരൂ എന്ന BK ഹരിനാരായണന്റെ വരികൾക്ക് കൈലാസ് മേനോൻ സംഗീതം കൊടുത്തിരിക്കുന്ന ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ. നവാഗതനായ സ്വപ്നേഷ് K നായർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൊവിനോ, സംയുക്ത മേനോൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ
മണിവിരലാൽ തൊടൂ. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാൻ അലഞ്ഞിടുമേ. എൻ വേലിനും മുകിലിനും അലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലിരാവോളം ഒഴുകി നാം കെടാതെരിയണേ നമ്മളിൽ നമ്മളെന്നെന്നും നീ. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. വെൺശിശിരമേ പതിയെ നീ തഴുകവേ എൻ നിലകളിൽ പെയ്തു ഞാൻ ആർദ്രമായി. നേർനെറുകയിൽ ഞൊടിയിൽ നീ മുഖരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ. ഒരേ ചിറകുമായി ആയിരം ജന്മവും കെടാതുണരണേ നമ്മളിൽ നമ്മളാവോളം നീ. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷീഴുതുന്നിതാ. ശിലയായി നിന്നിടാം നിന്നെ നോക്കി. ഹരിശങ്കർ ആലപിച്ച മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് അനാർക്കലി എന്ന ചിത്രത്തിലെ വാനം ചായും തീരം തേടും എന്ന ഗാനം. രാജീവ് നായർ എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയ ഈ ഗാനം 2015 ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു. ഹൃദയസ്പർശിയായ പ്രണയകഥ പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഈയിടെ നിര്യാതനായ സച്ചിയാണ്. പൃഥ്വിരാജാണ് പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നത്. വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും അല പോലവൾ എന്നിൽ വല നെയ്തൊരു സ്വപ്നം മിഴി മൂടുമി നേരം ഇരുൾ വീശുമി നേരം മായുമോ മാറുമോ കാനൽ കാർമേഘം വാനം ചായും തീരം താരാട്ടും കാലം മൂളും താരം കാതോർക്കും.
കാതോർക്കും. ആളിയാളും സൂര്യതാപം മേയും കരയിൽ കാറ്റെറിഞ്ഞ രാത്രി മുല്ല ആരെ തിരഞ്ഞു. നീറി നീറുമോർമ വീണ്ടും ഏറെ നിറയും. ദീർഘയാത്ര പോകെ ഞാനും കരഞ്ഞു. തിരകേണു ചൊല്ലി മെല്ലെ ഇനി ഏതു ജന്മം എങ്ങോ ഒരുപോലെ നമ്മൾ ചേർന്നു പാടും. വാനം ചായും തീരം താരാട്ടും. കാലം മൂളും താരം കാതോർക്കും. 2021 പുറത്തിറങ്ങിയ സണ്ണി വെയിൻ ചിത്രമായ അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രത്തിലെ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാം നീയല്ലേ എന്ന ഗാനം മനു മഞ്ജിത്തിന്റെ രചനയ്ക്ക് അരുൺ മുരളീധരൻ സംഗീതം കൊടുത്തിരിക്കുന്നു. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും
SS രാജമൗലിയുടെ RRR എന്ന ചിത്രത്തിൽ MM കീരവാണി സംഗീതം കൊടുത്ത നാട്ടു നാട്ടു എന്ന ഗാനം ലോക പ്രശസ്തി തന്നെ നേടിയ ഗാനമാണ്. ഈ ഗാനത്തിന്റെ മലയാള വേർഷൻ പാടിയിരിക്കുന്നത് ഹരിശങ്കറാണ്. മെലഡി ബേസ്ഡായി പാടുന്ന ഹരിശങ്കറിനെ ആദ്യമായി ലഭിച്ച ഒരു ഫാസ്റ്റ് നമ്പറാണ് ഈ ഗാനം. ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ സംഗീതമേ ജീവിതം അവസാനിക്കുന്നു. വീണ്ടും കുറേ നല്ല ഗാനങ്ങളും കഥകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ. Not samba, not flamenco, my brother. Do you know Natukuttu? What's Natukutu? കരിന്തോല് സംഘമാകെ പട്ടിക്കാട്ട് കൂത്തുകാട്ട് പോട് ഗ്രാമത്താളം ഒന്ന് പോട്ട് നാട്ട് കൂത്തുകാട്ട് ചിലമ്പാട്ട ചുട്ടിക്കാട്ട് കാറ്റ് രണ്ടായി വെട്ടിക്കാട്ട് ജല്ലിക്കട്ട് കാളയാട്ട കൂർത്ത കൊമ്പിൽ കുത്തിക്കാട്ട് നാല് കാല് നാല് തോള് വിരട്ടി താളം ഒരുക്കിക്കാട്ട് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് നാട്ട് 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 കൂത്തുകാട്ട് നാട്ട് 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 വെട്ട് കൂത്തുകാട്ട് നാട്ട് 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 പാട്ട് പഠിച്ച് തപ്പടിച്ച് കാട്ട് നാട്ട് 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 വെട്ടിക്കൊടിയ നാട്ടി വീരം കാട്ട്. I've had enough of this nonsense! You two, out! No, Jake, I've had enough of your bullying. രണ്ടു മനം ഒന്നാക്കി രണ്ടെണ്ണക്കഹമേളം കൊണ്ട് ഇളിയും കുയിലും പാട്ടുപാടി ഘോഷമിട്ട് കൂവിക്കൊണ്ട് കൈനൊടിക്കും താളത്തിൽ ചെവ്വാനം മാറ്റിക്കാട്ട് കാല് തട്ടും താളത്തിൽ നിലമെല്ലാം വിസ്മയിക്കാം ചുട്ടുപൊള്ളും വേർപ്പു ചെയ്യുന്നു ശബ്ദത്താൽ കൈതട്ട് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് എൻ പാട്ട് കേക്ക് നാട്ട് 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 കൂട്ടുകാട്ട് നാട്ട് 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 വേട്ട് കൂട്ടുകാട്ട് നാട്ട് 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 കള്ളി വീര്യമേറ്റിയാടി കാട്ട് നാട്ട് 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 കോട്ടമേലെ വെത്തി കൊടിയ നാട്ട്. Disgusting. This is filthy. ഭൂമിയാടി നടുകിയിടാൻ ദേഹമേകി അടിയ മാറ്റി പിന്നിൽ വെച്ച് മുന്നിൽ വെച്ച് എതിരിയെ ഞെട്ടിപ്പിച്ച് നാട്ടുകൂത്ത കാട്ട്. അട ഡുമ്മ ഡുമ്മ തുടിപ്പെല്ലാം വെളിയിൽ വിട്ട് ഉള്ളിൽ വിട്ട് ശംഖനാദം